MABയുടെ പൂർണ്ണരൂപം എന്തെന്നാണ്? മാൻ ആൻഡ് ദി ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു, തെറ്റാണ്. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു, തെറ്റാണ്. ഡിസംബർ 20, അതായത് ഈ വരുന്ന ശനിയാഴ്ച BFO എക്സാം ആണ്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ BFO എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ഇതേപോലെയോ അല്ലെങ്കിൽ ചെറിയ ചേഞ്ചൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 2026 CPO, WCPO, ഫയർമാൻ, എക്സൈസ് ഓഫീസർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ ഡിസംബർ മാസം 22 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞാനൊരു നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഒന്നാം ചോദ്യം, ഇവയിൽ ഏതാണ് വനങ്ങളുടെ പ്രത്യക്ഷ നേട്ടമല്ലാത്തതെന്നാണ്. പ്രത്യക്ഷ നേട്ടമല്ലാത്തത് ജൈവ വൈവിധ്യ സംരക്ഷണം വനങ്ങളുടെ പരോക്ഷ നേട്ടമാണ്. കാലാവസ്ഥാ സ്ഥിരതയും വനങ്ങളുടെ പരോക്ഷ നേട്ടമാണ്. മണ്ണ് സംരക്ഷണം വനങ്ങളുടെ പരോക്ഷ നേട്ടമാണ്. ഓക്കെ, തടി ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനങ്ങളുടെ പ്രത്യക്ഷ നേട്ടമാണ്. തടി ഉൽപാദനം വനങ്ങളുടെ പ്രത്യക്ഷ നേട്ടമാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. തടി ഉൽപാദനം പ്രത്യക്ഷ നേട്ടമാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് പരോക്ഷ നേട്ടമല്ലാത്തത് ഏതെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതെന്നാണ്. ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഇന്ത്യയിലെ വനവിഭാഗമാണ്. മൊണ്ടൈൻ വനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മൊണ്ടൈൻ വനം എന്ന് ഉദ്ദേശിക്കുന്നത് മൗണ്ടെയിൻ വനം എന്നാണ് കേട്ടോ. നമ്മളെ പർവ്വത വനമുണ്ടല്ലോ, പർവ്വത വനമാണ്. ഇവര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ് ഈ മൊണ്ടൈൻ വനം എന്ന് പറയുന്നത്. പർവ്വത വനമാണ്. പർവ്വത വനം ഇന്ത്യയിൽ ഉള്ളതല്ലേ? നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലും ഹിമാലയ മേഖലകളിലും ധാരാളം പർവ്വത വനങ്ങളുണ്ട്. സോ ഇതും ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗമാണ്. കണ്ടൽക്കാടുകളും ഇന്ത്യയിലെ വനവിഭാഗമാണ്. ഇന്ത്യയിൽ ഇല്ലാത്തത് ടൈഗാ വനമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ടൈഗാ വനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങൾ, അതായത് തണുപ്പുള്ള നമ്മുടെ ഈ ധ്രുവ മേഖലകളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന വനങ്ങളാണ് ടൈഗാ വനങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ല. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് ചോദ്യം. ഓപ്ഷൻ ബി മധ്യപ്രദേശ് ആണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും. പ്രാദേശികമായ ജീവിവർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് മാത്രമായിരിക്കും ആ ജീവി കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ പ്രാദേശികമായ ജീവിവർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിൽ സിംഹവാലൻ കുരങ്ങ്, അതുപോലെ തന്നെ ഈ വരയാട്, പിന്നെ നമ്മുടെ കരിങ്കുരങ്ങ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ട മേഖലയിൽ മാത്രമുള്ള ജീവികളാണ്. അപ്പോൾ സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും ഉള്ളത് കൊണ്ടാണ് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത്, ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ്. ICFRE ആണ് ആൻസർ കേട്ടോ. എന്താണ് കുട്ടികളെ? ICFRE. ഓപ്ഷൻ സി ആണ് ICFRE. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. പൂർണ്ണരൂപം എങ്ങനെയാണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ്. 1986 മുതൽ ഡെറാഡൂണിൽ പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, അതാണ് ICFRE. അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നതെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ സംഗ്രഹണമാണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ആവാസ വ്യവസ്ഥ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കാർബൺ സംഗ്രഹണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് കാർബണിൻ്റെ അളവ് കുറയാൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ ഈ വനങ്ങളും വൃക്ഷങ്ങളും സഹായിക്കുന്നുണ്ട്. താഴെ പറയുന്നതിൽ സംരക്ഷിത പ്രദേശങ്ങൾ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ് ചോദ്യം. വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരുന്നതാണ്. നാഷണൽ പാർക്കുകളും പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരുന്നതാണ്. കമ്മ്യൂണിറ്റി റിസർവുകളും പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരുന്നതാണ്. റിസർവ് ഫോറസ്റ്റുകൾ പ്രത്യേക പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ വരുന്നതല്ല. ഓപ്ഷൻ സി ആണ്.
നമ്മൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, അങ്ങനെയുള്ളവയാണ് ഈ പ്രത്യേക സംരക്ഷിത മേഖല എന്ന് പറയുന്നത്. റിസർവ് ഫോറസ്റ്റ് ആ കൂട്ടത്തിൽ പെടുന്നതല്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത MABയുടെ പൂർണ്ണരൂപം എന്തെന്നാണ്? മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണ് MABയുടെ പൂർണ്ണരൂപം. മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നതാണ് MABയുടെ പൂർണ്ണരൂപം. ഓപ്ഷൻ ബി ആണ് ആൻസർ, മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. 1971 യുനെസ്കോയാണ് മാബ് ആരംഭിച്ചിട്ടുള്ളത്. മാബിന്റെ പൂർണ്ണരൂപം മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം 1971 യുനെസ്കോയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏതെന്നാണ് ചോദ്യം. എൻഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന, അതായത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതെന്നാണ് ചോദ്യം. ഏഷ്യൻ ആന ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നില്ല. കടുവ നേരിടുന്നില്ല. പുള്ളിപ്പുലിയും ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നില്ല. എന്നാൽ നീലഗിരി മാർട്ടിൻ എന്ന മരനായ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്. അതായത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് നീലഗിരി മാർട്ടിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതെന്നാണ്? ഓപ്ഷൻ ബി ഇടുക്കിയാണ്. നമുക്കറിയാം ഇടുക്കിയിൽ തന്നെയാണ് ഇരവികുളം, അതുപോലെ മതികെട്ടാൻ ചോല, ആനമുടി ചോല, അതുപോലെ തന്നെ പാമ്പാടും ചോല, പിന്നെ പെരിയാർ നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങൾ, ഇതെല്ലാം ഇടുക്കിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത് ഇടുക്കിയിലാണ്. പെരിയാർ നാഷണൽ പാർക്കാണ് കേട്ടോ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടന്ന ആ ഒരു കോൺഫറൻസിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 2012 ജൂലൈ 1. ഓക്കെ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് ആണ്, അപകടാവസ്ഥ. ഓക്കെ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന റെഡ് ലിസ്റ്റ് പ്രകാരം ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതെന്ന് കേട്ടാൽ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ അപകടാവസ്ഥയാണ് കേട്ടോ. ഇന്ത്യയിൽ എത്ര റംസാർ പ്രദേശങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം. ഡിസംബറിലെ, അതായത് നിലവിലെ കണക്ക് പ്രകാരം 96 നിങ്ങൾക്ക് അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. നവംബറിലെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 94 94ാമത്തത് ബീഹാറിലെ ഗോഗാബിൽ തടാകമാണ്. നവംബർ പ്രകാരമുള്ള 94ാമത്തെ റംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഗോഗാബിൽ തടാകമാണ്. എന്നാൽ നിലവിൽ 96 ഡിസംബർ പ്രകാരമുള്ളത് കേട്ടോ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അടുത്ത് വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്റർ ആണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? ചാപ്റ്റർ 6 ആണ് കേട്ടോ. ചാപ്റ്റർ 6 ആണ്. ഓപ്ഷൻ എ ചാപ്റ്റർ 6 ആണ് ആൻസർ കേട്ടോ. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ചാപ്റ്റേഴ്സ് പഠിച്ചോണം, അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം. ഇന്ത്യൻ വന നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളും ഉണ്ട്. ഇത് PSC എടുത്ത ആൻസർ 13 ചാപ്റ്ററുകളും 96 സെക്ഷനുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ 13 ചാപ്റ്ററുകളും 86 സെക്ഷനുമാണ്. 13 ചാപ്റ്ററും 86 സെക്ഷനുമാണ് ഇന്ത്യൻ വന നിയമം 1927 ഉള്ളത്. ഓക്കെ. 13 ചാപ്റ്ററും 86 സെക്ഷനുമാണ് കേട്ടോ. അടുത്ത് ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1980 ആണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത്. പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം 2013. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ച വർഷം ഏതാ കുട്ടികളെ? 2013 ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. വന്യജീവി വ്യാപാര നിരോധനത്തെ പറ്റി പരാമർശിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമം 1972 ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 നമ്മളിപ്പോൾ പറഞ്ഞു കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതും ശിക്ഷയും, അതുമാണ് ചാപ്റ്റർ 6 പറയുന്നതെന്ന് പറഞ്ഞു. സോ ഒന്നാമത്തത് തെറ്റാണ്. നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. ഒന്നാമത്തെ തെറ്റാകുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ കളയാം. എ കളയാം, അതുപോലെ തന്നെ ബിയും കളയാം. ഓക്കെ. ഈ വന്യജീവി വ്യാപാരത്തെക്കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 5 വന്യജീവി വ്യാപാരത്തെക്കുറിച്ച് പറയുന്നത്.
സംരക്ഷിത വന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 അത് ശരിയാണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 അതും ശരിയാണ്. ഗ്രാമവന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 അതും ശരിയാണ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3, 4. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി പഠിക്കണം. ഇതിലെ പോയിന്റ്സ്, ഈ പ്രധാനപ്പെട്ട സെക്ഷൻസ് നിങ്ങൾക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള സെക്ഷൻസും ചാപ്റ്റേഴ്സും ഒക്കെയാണ്. അതുകൊണ്ട് ഇത് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ് ആകും. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എന്തെന്നാണ് ചോദ്യം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവര സാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് കേട്ടോ. 5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റമാണ് സൈബർ ടാമ്പറിംഗ്. സൈബർ ടാമ്പറിംഗ് ആണ് ആൻസർ. സൈബർ ടാമ്പറിംഗ് ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നാണ്? ഗുജറാത്തിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്, മഹാരാഷ്ട്ര കടന്നു പോകുന്നുണ്ട്, കർണാടക കടന്നു പോകുന്നുണ്ട്. കടന്നു പോകാത്തത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി കടന്നു പോകുന്നില്ല, ഉത്തർപ്രദേശാണ് ആൻസർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു എന്നാണ് ചോദ്യം. 2 തവണ എങ്ങാണ്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബോഡിലോൺ ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് എന്നാണ് ചോദ്യം. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ആക്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്ന നിയമം. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതെന്നാണ്? കാറ്റാടി അല്ലെങ്കിൽ കാഷോറിന് ഒരു വിദേശ സസ്യമാണ്. അക്കേഷ്യ ഒരു വിദേശ സസ്യമാണ്. യൂക്കലിപ്സ് ഒരു വിദേശ സസ്യമാണ്. വിദേശ സസ്യമല്ലാത്തത് ആഞ്ഞിലിയാണ്. സോ ഇവിടെ ആൻസർ ഏതാണ് കുട്ടികൾ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഭീമൻ പാണ്ട അല്ലെങ്കിൽ ജൈന്റ് പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതെന്നാണ് ചോദ്യം. WWF-ന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഏത് കുട്ടികളെ? ഭീമൻ പാണ്ട അല്ലെങ്കിൽ ജൈന്റ് പാണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ നിന്ന് കഴിഞ്ഞാൽ ഭോപ്പാലിലാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂണിലാണ്. അതുപോലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഡെറാഡൂണിലാണ്. എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് അത് ഭോപ്പാലിലാണ്. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതെന്നാണ് അടുത്ത ചോദ്യം. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് തിമിംഗല സ്രാവ്. ഓപ്ഷൻ ബി തിമിംഗല സ്രാവാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി തിമിംഗല സ്രാവാണ്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതെന്നാണ്? തേക്കടി എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെരിയാർ തന്നെയാണ്. പെരിയാർ ടൈഗർ റിസർവ് തന്നെയാണ് തേക്കടി എന്ന പേരിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് തേക്കടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കടുവാ സങ്കേതമുണ്ട്. പറമ്പിക്കുളത്തും കടുവാ സങ്കേതമുണ്ട്. കടുവാ സങ്കേതം ഇല്ലാത്തത് ഓപ്ഷൻ ബി വയനാടാണ്. അപ്പോൾ ആൻസർ ഏതാ കുട്ടികളെ? ഓപ്ഷൻ ബി വയനാടാണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതെന്നാണ്? ചെങ്കുറിഞ്ഞിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെങ്കുറിഞ്ഞിനെ കാണാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്നില്ല. ചെന്തുരുണിയാണ് ഉദ്ദേശിക്കുന്നത്. ചെന്തുരുണി നമ്മുടെ ഗ്ലൂട്ടാട്രാവൻകൂറിക്ക ഉണ്ടല്ലോ. ഗ്ലൂട്ടാട്രാവൻകൂറിക്ക നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ചെന്തുരുണി വന്യജീവി സങ്കേതം, കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് ഈ ചെന്തുരുണി മരം അല്ലെങ്കിൽ ചെങ്കുറിഞ്ഞി മരം കൂടുതലായി കാണപ്പെടുന്നത്. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 1984 കേട്ടോ. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നത് ഈ തന്നിരിക്കുന്നതിൽ ചെങ്കുറിഞ്ഞി അല്ലെങ്കിൽ ചെന്തുരുണിയാണ്. ഗ്ലൂട്ടാട്രാവൻകൂറിക്ക എന്നാണ് ശാസ്ത്രീയ നാമം. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986.
കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂരാണ്. ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 2007 ചൂലന്നൂരിനെ പക്ഷി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. KK നീലകണ്ഠന്റെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ. പാലക്കാട് ജില്ല 2007 പക്ഷി സങ്കേതമായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതെന്നാണ് ചോദ്യം. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ജില്ല ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ കാസർഗോഡാണ്. കണ്ണൂർ ആറളമുണ്ട്, കൊട്ടിയൂരുണ്ട്. കൊല്ലം ജില്ലയിൽ ശെന്തുരുണിയുണ്ട്, അതുപോലെ അരിപ്പയുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ നെയ്യാറുണ്ട്, പേപ്പാറയുണ്ട്. അപ്പം കാസർഗോഡ് ജില്ലയിലാണ് വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ചെന്നൈ നഗരത്തിന് സമീപമാണ് ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു, തെറ്റാണ്. വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു, അതും തെറ്റാണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു, അതാണ് ശരി. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു എന്നതാണ് ശരി. നമുക്കറിയാം, മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഈ പറയുന്ന വരയാടിനെ കൂടുതലായി കാണുന്നതും വരയാടിനെ സംരക്ഷിക്കുന്നതും. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി വനമേഖലകളിലും വരയാടിനെ കാണുന്നുണ്ട്. നിങ്ങൾ പൊന്മുടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വരയാടിനെ കാണാൻ ചാൻസ് ഉണ്ട്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരെന്നാണ്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും. ദേശീയ വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രി ആയിരിക്കും. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും ദേശീയ വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരായിരിക്കും കുട്ടികളെ? പ്രധാനമന്ത്രിയും ആയിരിക്കും. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരം എന്നാണ്. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത്. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ് NTFP എന്നാണ് ചോദ്യം. നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്ട്സ്, അതായത് തടിയിതര വനോൽപ്പന്നങ്ങളെയാണ് NTFP എന്ന് പറയുന്നത്. നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്ട്സ്, അതാണ് NTFPയുടെ പൂർണ്ണരൂപം. പ്രോജക്റ്റ് എലിഫന്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ജനറൽ PSC തന്നെ പഠിക്കുന്നതാണ്. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചത് 1992. പ്രോജക്റ്റ് ടൈഗർ ആണെങ്കിൽ 1973 അല്ലേ. പ്രോജക്റ്റ് എലിഫന്റ് 1992 പ്രോജക്റ്റ് ടൈഗർ ആണെങ്കിൽ 1973. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ സോഴ്സ് കോഡുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ്. അതായത് ഏത് സെക്ഷനിലാണ് സോഴ്സ് കോഡുകൾ സംരക്ഷിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ സെക്ഷൻ 65 സൈബർ ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 65. അപ്പോൾ സെക്ഷൻ 65നെ കുറിച്ചുള്ള ചോദ്യമാണ് ഇത്. ജോയിന്റ് അക്കാഡമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലെന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ഈ ചെയ്ത കുറ്റമാണ് ഹാക്കിംഗ്. ജോയിന്റ് അക്കാഡമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം ഇത് ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ 66. അപ്പോൾ നമ്മൾ 2 സെറ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന്. നാളെ ഞാൻ നിങ്ങൾക്ക് 2 സെറ്റ് ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്തിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തം 4 സെറ്റ് 80 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ. പിന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ മറ്റൊന്ന്, അതായത് വെള്ളിയാഴ്ച ഇട്ടേക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ് ആവും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.